ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഉദയസമുദ്ര സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമുക്കിവിടെ കണ്ടു തീർക്കാനായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ആക്ടിവിറ്റി റൂമിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാണണം. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ രാവിലത്തെ നമ്മളെ കോംപ്ലിമെൻ്ററി ബഫേ ബ്രേക്ക്ഫാസ്റ്റ് അത് മറക്കാൻ പാടില്ല, അത് കിടിലോട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാവിലെ 11 മണിയോട് ചെക്കൗട്ട് ചെയ്ത് പോകുന്നതാണ്. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കണ്ട് അതൊക്കെ ആദ്യം കാണാം. അതിമനോഹരമായ ഈവനിങ്. ആകാശത്ത് പിള്ളേർ പട്ടമൊക്കെ ഇങ്ങനെ പറത്തി കളിക്കുന്നുണ്ട്. ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട്. അവിടെ ഒരു നേവൽ ഷിപ്പ് അങ്ങ് ദൂരെ കൂടെ പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കാം. ഒരു നേവൽ ഷിപ്പാണത് പോകുന്നത്. ഇന്നലെ ഇത്ര മനോഹരമായൊരു സൺസെറ്റ് കിട്ടിയില്ല. ഇന്ന് മഴയൊന്നുമില്ല, എല്ലാം മാറി നിൽക്കുന്നു. ഇവരുടെ ഗ്രില്ല് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ താഴെ നിന്നപ്പോഴത്തേക്ക് ഈ ഒരു റൂഫ് ടോപ്പിൽ വന്നിട്ട് ഇവിടുത്തെ സൺസെറ്റ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. എന്തായാലും നന്നായി. അതിമനോഹരമായൊരു സൺസെറ്റാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. റൂഫ് ടോപ്പിൽ നിന്ന് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സൺസെറ്റ് എല്ലാം കണ്ടതിന് ശേഷം നേരെ ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത്. ഇവിടെ ടേബിൾ ടെന്നീസും ടേബിൾ ഫുട്ബോളും ക്യാരം ബോർഡും ചെസ്സും ഒക്കെ കളിക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളെല്ലാം ഇവർ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചേറെ സമയം ടേബിൾ ടെന്നീസിനും ടേബിൾ ഫുട്ബോളിനും എല്ലാം വേണ്ടി ചിലവഴിച്ചു. അതിനുശേഷം ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാം. സ്വസ്ഥ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഒരു എസ്തറ്റിക്കാണ് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഞങ്ങൾ താമസിക്കുന്ന ആ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ആ പൂളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. പൂളിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്ന് വീണ്ടും ബീച്ച് സൈഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ടേബിളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഇവർ സ്പെഷ്യലായിട്ടുള്ള സീ ഫുഡ് ഗ്രില്ലെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന ഫിഷെല്ലാം ഈ ഒരു ഫ്രീസറിൽ കാണുന്നത്. വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ഫിഷുണ്ട്. ഇതൊക്കെ പറയുന്നതനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്ത് തരുന്ന രീതിയൊക്കെയാണ്. ബീച്ച് ഏരിയയിൽ നിന്ന് ഫുഡ് കഴിക്കാനായി കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ കോർട്ട്യാർഡ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഓർഡറെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തായിട്ട് റീയൂണിയൻ എന്ന് പറഞ്ഞൊരു ബാർ കൗണ്ടർ കഴിഞ്ഞ വീഡിയോയിലും ദൂരം ഒന്ന് കാണിച്ചിരുന്നു. അതിൻ്റെ അടുത്തേക്ക് പോയി നിരവധി ബോട്ടിൽസ്, നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക തന്നെ നല്ല രസകരമായൊരു അനുഭവമാണ്. ആ സമയത്തേക്ക് ടേബിളിൽ നമ്മുടെ കലമാരി റിംഗ്സ് ഫ്രൈ സെർവ് ചെയ്തിട്ടുണ്ട്. കലമാരി റിംഗ്സ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്റ്റാർട്ടർ ആയിരുന്നു. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നന്നായി കുക്കായ കലമാരിയൊക്കെ ആയിരുന്നു. അതിൻ്റെ തൊട്ട് പിറകെ നമുക്ക് ഇറ്റാലിയൻ ഡിഷായ ചിക്കൻ പാമസാനാണ് കൊണ്ടുവന്നത്. ചിക്കൻ പാമസാൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കുറച്ച് സോസും ഹെർബ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ പാമസാൻ ചീസും ഒക്കെ ആയിട്ട് വരുന്നൊരു ഐറ്റമാണ്. പിന്നെ കൊഞ്ച് ഉലർത്തിയത് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ കാശ്മീരി റോഹൻ ജോഷ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ്റെ ഒരു ഡിഷാണ്. നല്ല കുക്കായിട്ടുള്ള മട്ടൺ, അതിൻ്റെ കൂടെ വരുന്ന ഗ്രേവി ആണെങ്കിൽ നല്ല തിക്കാണ്. ഒരുപാട് സ്പൈസസിൻ്റെയൊക്കെ ഒരു മിക്സ് ഫീൽ ചെയ്യും. എനിക്ക് ആ തണ്ടൂരി റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കൊണ്ടുവന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയായിരുന്നു. അവസാനം കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് സ്വീറ്റ്സ് എല്ലാം അവർ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് പ്രത്യേകിച്ച് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ കോർട്ട്യാർഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു ഡിന്നർ കഴിച്ചു. നല്ല കിട്ടില്ല ഐറ്റംസ് ആയിരുന്നു ഓരോന്നും. എടുത്തു പറയേണ്ടത് നമ്മുടെ ചിക്കൻ പാമസാൻ, അത് ഗ്രില്ലൊക്കെ ചെയ്ത് പാമസാൻ ചീസ് കേട്ട് അത് കിടിലായിട്ടായിരുന്നു. പിന്നെ
കലമാരി റിങ്സ് ഫ്രൈ, നമ്മൾ കണവ റിങ്സ് ഒക്കെ ആക്കി ഫ്രൈ ചെയ്തത്, അതും നന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൊഞ്ച് ഉലർത്തിയത്, അതും ഒരു അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത്തിരി കുരുമുളകിൻ്റെ ഫ്ലേവറിലായിരുന്നു അത്. ഇത്തിരി കുരുമുളക് ഇഷ്ടപ്പെടാത്തവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ നല്ല സാധനമായിരുന്നു. പിന്നെ നമ്മൾ കാശ്മീരി ലാംബ് രോഹൻ ജോഷ്, അത് നമ്മൾ തണ്ടൂർ റൊട്ടിയുടെ അടിപൊളി ഒരു കോമ്പിനേഷനായിരുന്നു. ഇത് അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പൂളിൻ്റെ മുന്നിലാണ്. തൊട്ട് മുന്നിൽ നമ്മുടെ കടലാണ്, കടൽ തീരം. അവിടെ ഫിഷിംഗ് എല്ലാം നടക്കുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ അതെല്ലാം ഡീറ്റെയിൽഡ് കാണിച്ചുകൊണ്ട് ഞാൻ അവിടേക്ക് തൽക്കാലം പോകുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ജിമ്മിലേക്കൊന്ന് വന്നു. ഇത്രയും വലിയൊരു സെറ്റപ്പ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ ജിം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇത്രയും എക്യുപ്മെൻറ്റ്സ് വേറെ എവിടെയും ഞാൻ ഇതുവരെയ്ക്ക് കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരും ഇല്ല. രാവിലെ ആർക്കും എണീറ്റ് വന്ന് ജിമ്മിലൊന്നും ചെയ്യാനൊന്നും വയ്യ. നമ്മുടെ നന്ദു മാത്രം ഇവിടെ ഇരുന്ന് സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. ജിമ്മിൽ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഇഡലിയും സാമ്പാറും പലതരത്തിലുള്ള ചട്നിയും അങ്ങനെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. ഇന്ന് പുതുതായിട്ട് കണ്ട കുറച്ച് ഡിഷസ് കാണാം. ഇതെന്താണെന്ന് മനസ്സിലായോ? മണിക്കുഴക്കട്ട, തേങ്ങാപ്പീരയും താളിപ്പുമായിട്ട് വരുന്ന കുഴക്കട്ടയുടെ വേറൊരു രൂപം. പിന്നെ റവ കച്ചോടി, ഇത് നമ്മുടെ റവയും അതുപോലെ തന്നെ പീസും ക്യാരറ്റും ഒക്കെ ആയിട്ട് വരുന്നൊരു ടൈപ്പ് സാധനമാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് പഞ്ചാബി സമോസ, അത് നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഡോക്ലയുണ്ട്, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡോക്ല. നമ്മൾ ഡൽഹിയിലൊക്കെ പോയപ്പോൾ ഡോക്ല നല്ല ടേസ്റ്റിന്, ഇതിനെക്കാട്ടിയും നല്ല ടേസ്റ്റിന് കഴിച്ചിരുന്നു. ഇത് ഓക്കെയാണ്, എന്നാലും അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇന്നലെ ആയിരുന്നെങ്കിൽ പ്ലെയിൻ പൂരിയായിരുന്നു. ഇന്നാണെങ്കിൽ അത് മസാല പൂരിയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതും കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ ലസാഗ്ന, ഇത് നമ്മുടെ സ്പിന്നിച്ചും അതുപോലെ തന്നെ കോണുമൊക്കെ ആയിട്ട് വരുന്ന ലസാഗ്ന ചീസൊക്കെ ആയിട്ട്, അതും നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ പിങ്ക് സോസിൽ വന്നിരിക്കുന്ന പാസ്ത ആൻഡ് പിങ്ക് സോസ്, നല്ലൊരു സോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും അപ്പോൾ ഗംഭീരമായിരുന്നു. പിന്നെ ഗുലാബ് ജാമുൻ, ഇന്നലെ ഇതില്ലായിരുന്നു. ഗുലാബ് ജാമുനൊന്നും ഞാൻ അത്ര കഴിക്കാറില്ല, അത്ര ഇഷ്ടപ്പെട്ട സംഭവമൊന്നുമല്ല ഗുലാബ് ജാമുൻ. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സാൻഡ്വിച്ച്. പിന്നെ നമ്മുടെ പാൻ കേക്ക്, നമ്മൾ ഹണിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പാൻ കേക്ക് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു ഐറ്റമാണ്. ഇനി ഈ ഒരു ഐറ്റം കൂടെ ഉള്ളൂ, ഇത് നമ്മുടെ ചിക്കൻ സലാമി. ഇതോടുകൂടി നമ്മുടെ പുതിയ ഡിഷുകളൊക്കെ തീരെയാണ്. ബാക്കിയെല്ലാം ഇന്നലെ കണ്ട ഐറ്റംസ് ഒക്കെ തന്നെ ആയിരുന്നു. ഈ ഒരു പ്ലേറ്റുകളിലൊക്കെ തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും പുതുതായിട്ട് കണ്ടതും ഒക്കെ ഐറ്റംസ് പല പ്രാവശ്യമായിട്ട് എടുത്ത് ട്രൈ ചെയ്തതാണ്. ഓംലെറ്റും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിരുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഓവറായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്, സൂപ്പറാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള സമയം ചിലവഴിക്കാനായിട്ട് ആദ്യം ഞങ്ങൾ ബില്ലിയാർഡ്സ് കളിക്കാനായിട്ടാണ് പോയത്. കുറച്ച് നേരം നമ്മൾ ഇവിടെ ബില്ലിയാർഡ്സ് കളിച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം നേരെ ഈ പൂൾ ഏരിയയിലേക്കാണ് വന്നത്. പൂൾ ഏരിയയിലേക്ക് ഒന്ന് കറങ്ങി നടന്നപ്പോഴത്തേക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഉദയസമുദ്ര സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുത്തെ താമസവും ഇവിടുത്തെ ഭക്ഷണവും എല്ലാം നല്ല കിട്ടില്ലായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ വീഡിയോ കാണാം. അപ്പോൾ ഷാബിൻ ചില്ലക്കടൻ സൈനിങ് ഓഫ്.